എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഇപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ വിവാദം അക്ബർ ഖാനെ ചുറ്റിപ്പറ്റിയാണ്. ഹൌസിനുള്ളിൽ ജിസീലിനോട് കാണിക്കുന്ന അതിരുകടന്ന അടുപ്പം കാരണം അദ്ദേഹത്തിന്റെ കുടുംബജീവിതം തന്നെ പ്രതിസന്ധിയിലാണ് എന്ന തരത്തിലാണ്. അത് ഭാര്യ ഇതിനോടകം തന്നെ തുറന്നു പറഞ്ഞു. ഇനിയും അവർക്ക് സഹിക്കാൻ കഴിയില്ല, ഡിവോഴ്സ് പെറ്റീഷൻ വരെ ഫയൽ ചെയ്തു എന്ന സൂചനകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഇത് ആരാധകരെയും പ്രേക്ഷകരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. അക്ബറിന്റെ ഭാര്യയുടെ പ്രതികരണങ്ങൾ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയകളിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ സീസൺ ആരംഭിച്ച ആദ്യ ദിവസങ്ങളിൽ തന്നെ അക്ബറും ജിസേലും തമ്മിൽ അടുത്ത സൗഹൃദം രൂപപ്പെട്ടതായി കാണപ്പെട്ടു. തമ്മിലുടപെടലുകൾ, അധികം സമയം ഒന്നിച്ചു ചിലവഴിക്കൽ, ടാസ്കുകളിലും സാധാരണ സംഭാഷണങ്ങളിലും ഒരുമിച്ചാണ് കൂടുതലും ഇരിക്കുന്നത്. എന്നാൽ ഇത് കണ്ട ഭാര്യ തമാശ രീതിയിലാണെങ്കിൽ പോലും കടുത്ത പ്രതികരണം പ്രകടിപ്പിച്ചിരുന്നു. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ശരിയല്ല എന്ന് അക്ബറിന്റെ ഭാര്യ ഷെറിൻ പ്രതികരിച്ചിരുന്നു. കുടുംബവും കുട്ടികളും വീട്ടിലിരിക്കുമ്പോൾ മറ്റൊരു സ്ത്രീയോടുള്ള അടുപ്പം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന്. അതിനിടെ ഷെറിൻ ഇപ്പോൾ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു എന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. എന്നാൽ ചിലർ പറയുന്നു ഇത് വെറും ഗെയിമിന്റെ ഭാഗം മാത്രമാണ്, ജിസേലിനോടുള്ള സൗഹൃദം അത്ര വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല എന്ന്. എന്നിരുന്നാലും കൂടുതൽ ആളുകൾ ശക്തമായി ഇതിനെ വിമർശിക്കുന്നുണ്ട്. ടെലിവിഷനിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുമ്പോൾ ഭാര്യയെയും കുടുംബത്തെയും അപമാനിക്കുന്ന തരത്തിൽ പെരുമാറുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് മറ്റൊരു കൂട്ടം പ്രേക്ഷകരുടെ വാദം. ഈ വാർത്ത പ്രേക്ഷക വോട്ടിംഗിൽ അക്ബറിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാര്യയുടെ പ്രതികരണം, സോഷ്യൽ മീഡിയയിലെ വിമർശനം, ഹൌസിനുള്ളിലെ മാറ്റങ്ങൾ എല്ലാം കൂടി അക്ബറിന്റെ ഭാവി ഗെയിമിനും പുറത്തുള്ള ജീവിതത്തിനും വലിയൊരു പരീക്ഷണമാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അക്ബർ ചെയ്യുന്നത് വെറും സൗഹൃദമാണോ, അല്ലെങ്കിൽ അതിര് കടന്ന പെരുമാറ്റമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെയാകും ഇതിന് പിന്നാലെ വരുന്നതെന്ന് നമുക്ക് നോക്കി തന്നെ കാണാം. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.